ചങ്കേളെ ബുർജ് ഖലീഫ പൂർണ്ണമായി ഒഴിപ്പിച്ചു എന്നുള്ള ന്യൂസാണ് ഏഷ്യനെറ്റ് ചാനലിലും റിപ്പോർട്ടറിലൊക്കെ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പക്ക ഫേക്ക് ന്യൂസ് ആണ്. നിങ്ങളൊരു കാരണവശാലും നാട്ടിലുള്ള ഒരു ചാനലിനെയും ഈ ടൈമിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നതിന്റെ തെളിവാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അവർ TRP റേറ്റ് കൂട്ടാൻ വേണ്ടി പല ഉഡായ്പും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ എന്തെങ്കിലും ന്യൂസ് അറിയണമെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ചാനലുകൾ നോക്കുക. ഇവിടെ ആരെങ്കിലുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവരുമായി കോണ്ടാക്ട് ചെയ്ത് ഉറപ്പുവരുത്തണം. പല പ്രവാസികളുടെയും പേരൻസ് നാട്ടില് ഉണ്ട്. അവര് വളരെ വിഷമത്തിലാണ്, അവർക്ക് കാര്യങ്ങൾ അറിയില്ല. അപ്പൊ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസ് കൊടുത്ത് ദയവ് ചെയ്ത് അവരെ സങ്കടത്തിലാക്കരുത്. ഈ ഒരു ടൈമിൽ എല്ലാവരും ഒത്തു നിൽക്കേണ്ട ടൈമാണ്. ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല, എല്ലാം സേഫായി പോകുന്നുണ്ട്. മാഷാ അല്ലാ, കാര്യങ്ങളൊക്കെ സേഫാണ്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്തെങ്കിലും ഇതേപോലുള്ള ന്യൂസ് ഇനി കാണുമ്പോൾ അത് UAE-ലോ അല്ലെങ്കിൽ സൗദിയിലോ ഖത്തറിലോ അവിടെയുള്ള ആരെങ്കിലുമായി കോണ്ടാക്ട് ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം സ്ഥിരീകരിക്കുക എന്ന് പ്രത്യേകം പറയുന്നു. ദുബായിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ സംഭവം. എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാര്യമായിട്ട് പ്രശ്നമൊന്നും കാണുന്നില്ല. അതായത് ദുബായ് ഗോൾഡ് സൂക്കിലാണ് ഇപ്പം ഉള്ളത്. ഇവിടെയൊക്കെ എല്ലാം നോർമലാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ മീഡിയ ന്യൂസും കാണുന്ന സമയത്ത് നമ്മളാകെ പേടിച്ചില്ലാണ്ടായി പോകുന്ന അവസ്ഥ ഉള്ളത്. വെറുതെ കുറെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫേക്ക് ന്യൂസസ് ആയിട്ടും അല്ലാതെയൊക്കെ. നിങ്ങൾ ലാസ്റ്റ് ചെയ്ത ഫ്ലൈറ്റിലേ വന്ന് ഞാൻ രാവിലെ വന്നു. ഇവര് രണ്ടാളൊന്ന് രാവിലെ ഇവിടെ ഏറ്റവും ലാസ്റ്റ് ക്യാൻസൽ ആയ ഫ്ലൈറ്റിൽ വന്ന് ഇവിടെ എത്തി. പിന്നെ പിന്നെ ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ആയിട്ടുണ്ട്. ഇവര് കാലുത്തോടുകൂടി എയർപോർട്ടൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഞാൻ നാളെ രാവിലെ പോകേണ്ടി വരും. എന്റെ ഫ്ലൈറ്റ്സും ഒക്കെ ക്യാൻസൽ ആയിട്ട് അതൊക്കെ റെഡിയാണ്. അതായത് എയർപോർട്ട്സ് ക്യാൻസൽഡ് ആണ്, ക്ലോസ്ഡ് ആണ് ഒക്കെ. ബാക്കി ഹോട്ടലോ റെസ്റ്റോറന്റോ ഫുഡോ എല്ലാം പ്രോപ്പർലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മാർക്കറ്റ് ആയാലും ബാക്കി എല്ലാം. ഇപ്പൊ അവിടുത്തെ റഷ് ഉണ്ടല്ലോ, ഒക്കെ ഹെവി അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് ഇതിലേക്ക് നോക്കുന്ന സമയത്ത് എയർ ഫുള്ള് കാലിയാണ്. മറ്റ് എപ്പോഴും ഓരോ ഫ്ലൈറ്റ്സും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും കാണുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ മീഡിയ ആവശ്യമില്ലാണ്ട് കുറേ സാധനങ്ങൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മീഡിയാസ് ഈ ന്യൂസൊക്കെ വെറുതെ ഒന്ന് റീഷെയർ ചെയ്യുന്നതിന് മുൻപ് ക്രോസ് ചെക്ക് ചെയ്യുക, ഉള്ളതാണോ അല്ലേ എന്നുള്ളത്. അതായിരിക്കും മേ ബി ബെറ്റർ. വെറുതെ ആൾക്കാരെ ഭീതി പരത്തുന്നതിലും ബെറ്റർ.